ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. കാലത്തേ തുടങ്ങിയിട്ടുണ്ട് മഴ. അപ്പോൾ നമ്മൾ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് അവരെ കുളിപ്പിക്കലും കറക്കലും തീറ്റ കൊടുക്കലും എല്ലാം കഴിഞ്ഞ് 6 കറവ പശുക്കളും 5 കുട്ടികളും നല്ല പോലെ കിടന്ന് ഉറങ്ങാണ്. പശുക്കൾക്ക് എപ്പോഴും ചൂടിനേക്കാളൊക്കെ ഇഷ്ടം തണുപ്പാണ്, മഴയുള്ള അന്തരീക്ഷമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്ഷീരകർഷകരെ സംബന്ധിച്ച് ദുരിതപൂർണമായ ദിവസങ്ങളാണ് മഴക്കാലം. എന്നിരുന്നാലും നമുക്ക് ഈ ദിവസവും കടന്നു പോകുമെന്ന പ്രത്യാശയോടെ തന്നെ നമുക്ക് ദിവസങ്ങളെ നീങ്ങിപ്പോൾ നമ്മുടെ കാക്കയും അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. 5:45 എന്നും കാക്ക വരും. കാക്കയ്ക്കുള്ള തീറ്റ കിട്ടിയിട്ട് അവൻ പോവുള്ളൂ. അപ്പോൾ ഈ മഴയുടെ ഇടയിലും കാക്ക നനഞ്ഞ് വന്ന് നമ്മുടെ തീറ്റ തിന്നാണ്. അപ്പോൾ കുളമ്പുകേടിന് കുത്തിവെക്കാനായിട്ട് ഇന്ന് മൃഗാശുപത്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പശുക്കളെ സംബന്ധിച്ച് ഏറ്റവും ഭീകരമായ എന്താ പറയുക, അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അസുഖങ്ങളിൽ ഒന്നാണ് കുളമ്പുകേട്. ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര പേടിയാണ്. അപ്പോൾ കൊല്ലത്തിൽ 6 മാസത്തിലൊരിക്കൽ 2 പ്രാവശ്യം മൃഗാശുപത്രിയിൽ നിന്ന് വന്ന് നമുക്ക് കുളമ്പുകേടിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് അതുണ്ടായിരുന്നില്ല. എന്നിട്ട് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് കോവിഡും പശുക്കൾക്ക് കുളമ്പ് രോഗവും വന്നിട്ട് വല്ലാത്തൊരവസ്ഥയെ കൂടിയാണ് നമ്മൾ കടന്നുപോയത്. പിന്നീടാണ് അറിയണത് ഇത് പ്രൈവറ്റായിട്ട് മരുന്ന് മേടിക്കാൻ കിട്ടും. നമുക്കൊരു ഡോസ് മേടിക്കുകയാണെങ്കിൽ 15 പശുക്കൾക്ക് ചെയ്യാൻ പറ്റും. 475 രൂപയാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അഥവാ വകുപ്പിൽ നിന്നും ചെയ്യാൻ വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് പ്രൈവറ്റായിട്ട് മരുന്ന് വാങ്ങി പശുക്കൾക്ക് കുത്തിവെക്കാൻ തുടങ്ങി. ഇപ്പോൾ റെഗുലറായിട്ട് അവർ 6 മാസത്തിലൊരിക്കൽ വരുന്നുണ്ട്. ചെറിയൊരു വേദനയുള്ളെങ്കിലും എല്ലാവരും ഭയങ്കര പേടിയാണ്. അവരെ വന്ന് കുത്തിവെക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ പ്രസവിച്ച കുഞ്ഞാറ്റയ്ക്കും പിന്നെ കുഞ്ഞു കുട്ടിക്കും മാത്രമേ കുത്തിവെക്കാത്തുള്ളൂ. പിന്നെ കണ്ണനും സുന്ദരനും ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ടാഗ് അടിച്ചിട്ടില്ല. ഈ ടാഗാണ് നമ്മളെ മൃഗാശുപത്രിയിൽ ഷീബ സജീവ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ പശുക്കളെയും അവരുടെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് പറ്റുക. ഈ ടാഗ് നോക്കിയിട്ടാണ്. ആദ്യം മഞ്ഞ വലിയ ടാഗായിരുന്നു. ഇപ്പോൾ അവരെന്നിട്ട് ചവിട്ടി കളയാനുള്ള സാധ്യത കൂടുതല. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ ടാഗാണ് അടിച്ചത്. ടാഗ് അടിച്ച് കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലും കായത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ എല്ലാവരും നല്ലപോലെ തിന്നണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടാഗ് അടിച്ചു കൊടുത്ത് ആ ചെവിമേ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ പഴുപ്പൊന്നും വരാതെ വേഗം ഉണങ്ങാറുണ്ട്. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.